മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിന്റെ ഭാഗമായി ഇന്ന് ജോലിക്കെത്തിയില്ല എന്ന് രേഖാമൂലം കത്ത് നൽകി. നിലവിൽ കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലാണ് മഞ്ജുഷ ജോലി ചെയ്യുന്നത്. NGO യൂണിയന്റെ സജീവ പ്രവർത്തകയായിരുന്നു നേരത്തെ മഞ്ജുഷ. നന്ദുഷ വിവരങ്ങളുമായി ചേരുന്നു. നന്ദുഷ, NGO യൂണിയനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ സൂചന കൊടുക്കുകയാണോ അവർ? സർക്കാരിനോട്, ഭരണ പാർട്ടിയോടുള്ള അവിശ്വാസം രേഖപ്പെടുത്തലായിട്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്നതിനെ കാണാമോ? തീർച്ചയായും നിഷാദ്, വിവിധ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഒപ്പം NGO അസോസിയേഷൻകാരും NGO കൗൺസിൽ ജോയിന്റ് കൗൺസിലുകാരും ഇന്ന് പണിമുടക്കുന്നുണ്ട് കളക്ടറേറ്റിൽ. അപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ മേലധികാരി ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഇന്ന് ജോലിയിൽ ഹാജരാകാനാകില്ല എന്ന തരത്തിലായിരുന്നു കത്ത്. എന്നാൽ പ്രത്യേകിച്ച് സമരത്തിലൊന്നും നവീൻ ബാബുവിന്റെ ഭാര്യ പങ്കെടുത്തിട്ടുമില്ല. എന്നാൽ സമരത്തിൽ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കത്ത് മേലധികാരിക്ക് മഞ്ജുഷ നൽകിയത്. ഏതായാലും നിലവിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ സംഘർഷ പരിതമായ സാഹചര്യമാണുള്ളത്. കാരണം CPM അനുകൂല സംഘടനയായിട്ടുള്ള NGO യൂണിയൻകാരും അതോടൊപ്പം പ്രതിപക്ഷ സർവീസ് സംഘടനകളും തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വലിയ ആക്രോശങ്ങളും ൂക്കിവിളികളുമായി ജീവനക്കാർ പരസ്പരം പാഞ്ഞെടുക്കുന്ന സാഹചര്യമാണ് പത്തനംതിട്ട കളക്ടറേറ്റിലുള്ളത്. പോലീസ് സർവ്വസജ്ജരായി ഇരു കൂട്ടർക്കുമിടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാലാണ് സംഘർഷം ഒഴിവാകുന്നത്. 50% ജീവനക്കാരും ഇത്തരത്തിൽ പണിമുടക്ക് ദിവസത്തിൽ പോലും കളക്ടറേറ്റിൽ ജോലിക്കായി ഹാജരായി എന്നാണ് CPM അനുകൂല സംഘടന വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണിമുടക്ക് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു എന്നാണ് അവർ മുദ്രാവാക്യങ്ങളിലൂടെ വിളിച്ചു പറയുന്നത്. അതോടൊപ്പം സർക്കാരിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എതിർപക്ഷത്തുള്ള കോൺഗ്രസിന്റെയും അതോടൊപ്പം CPIയുടെയും സർവീസ് സംഘടനകൾ അവർക്കെതിരായി മുദ്രാവാക്യം വിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുകയാണ്. നിലവിൽ പോലീസ് ഇരുകൂട്ടർക്കും ഇടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ സംഘർഷ സാധ്യത മാറി നിൽക്കുന്നു എന്ന് മാത്രം. എങ്കിൽ പോലും ഇരു ജീവനക്കാരും ഇരു ചേരികളിൽ നിന്നും മുദ്രാവാക്യം വിളി തുടരുകയാണ് നിഷാദ്. ശരി.